രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ക്ലിയർ ആക്കിയിട്ട് സുഖമായിട്ട് ഉറങ്ങണം എന്ന് വിചാരിക്കുന്നവരാണ് നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരും. എന്നാൽ പലപ്പോഴും നമുക്കതിന് പറ്റാറില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു 2 മിനിറ്റ് ജേർണലിംഗ് ട്രിക്കാണ് ഇന്ന് ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. രാത്രിയാകുമ്പോൾ നമ്മുടെ മനസ്സ് തിരക്കേറിയ ഒരു ട്രാഫിക് ജംഗ്ഷൻ പോലെയാണ്. പല പല ഓർമ്മകളും നമ്മൾക്ക് ചെയ്തു തീർക്കാൻ പറ്റാത്ത കാര്യങ്ങളും പിന്നെ പല പല ചിന്തകളുമായിട്ട് എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ട്രാഫിക് ജംഗ്ഷൻ. നമ്മുടെ മൈൻഡ് ക്ലിയർ ആക്കേണ്ട ഒരു മൈൻഡ് ക്ലിയർ മീൻസ് നമ്മൾ ഒരു ദിവസം മുഴുവൻ ചുമക്കുന്ന നമ്മുടെ മെന്റൽ ലോഡ് ഇറക്കി വെക്കേണ്ട ഒരു 2 മിനിറ്റ് ബ്രേക്ക് മാത്രമാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. ആദ്യമേ എഴുതേണ്ടത് ഇന്ന് നടന്ന കാര്യങ്ങൾ, അതും വെറും 3 സെന്റൻസിൽ മാത്രം. നമ്മൾ പ്ലാൻ ചെയ്തതോ നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചതോ ആയിട്ടുള്ള കാര്യങ്ങളല്ല, ഇന്ന് നമ്മൾ ചെയ്ത കാര്യങ്ങൾ മാത്രം എഴുതുക. ഇത് നമ്മുടെ ജേർണലിംഗ് എന്ന് പറയുന്ന ടാസ്ക് ഈസിയാക്കും. അടുത്തതായി എഴുതേണ്ടത് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഡ്രെയിൻ ചെയ്ത ഒരു കാര്യം. അത് ചിലപ്പോൾ ഒരു വ്യക്തിയാവാം, ചിലപ്പോൾ നമ്മൾ ചെയ്ത ഏതെങ്കിലും ഒരു ജോലിയാവാം, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഫോൺ സ്ക്രോൾ ചെയ്തതാകാം. നമ്മളെ ഇന്ന് ഏറ്റവും കൂടുതൽ ഡ്രെയിൻ ചെയ്ത ഒരു കാര്യം അത് എഴുതുക. അത് എഴുതുന്നതിൽ അതും വളരെ ചുരുക്കി 3 സെന്റൻസിലാണ് എഴുതേണ്ടത്. അത് ചെയ്യുന്നത് കൊണ്ട് നമുക്കുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പതുക്കെ പതുക്കെ നമ്മുടെ എനർജി എവിടെയാണ് ലോസ് ആവുന്നത് എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അടുത്തതായി എഴുതേണ്ടത് ഇന്ന് നമുക്ക് പോസിറ്റീവ് എനർജി നൽകിയ ഒരു കാര്യം. അത് ചിലപ്പോൾ ഒരു ചെറിയൊരു കാര്യമായിരിക്കും, എന്നാലും അത് എഴുതുക. ചിലപ്പോൾ അത് നമ്മളിന്ന് കഴിച്ചൊരു ഭക്ഷണമാകാം, ഇല്ലെങ്കിൽ നമ്മളിന്ന് പോയൊരു ചെറിയൊരു വാക്കാകാം. എന്താണെങ്കിലും നമുക്ക് ഇന്നൊരു പോസിറ്റീവ് എനർജി നൽകിയ ഒരു കാര്യം എഴുതുക. ഇത് നമ്മുടെ ജേർണലിംഗ് ഒരു നെഗറ്റീവ് ഇതിലേക്ക് പോകുന്നതിനെ നമുക്ക് തടയാൻ പറ്റും. ചെറിയൊരു കാര്യം നമുക്കൊരു പോസിറ്റീവ് എനർജി നൽകിയത് അത് എഴുതുക. അവസാനമായി എഴുതേണ്ടത് നമുക്ക് നാളെ വരുത്തേണ്ട ഒരു ചെറിയൊരു ചേഞ്ച്, അതായത് നമ്മുടെ ലൈഫിൽ വരുത്തേണ്ട ഒരു ചെറിയൊരു ചേഞ്ച്. വലിയ കാര്യങ്ങളൊന്നും വേണ്ട, ഒരു ചെറിയൊരു കാര്യത്തിൽ തുടങ്ങുക. ചെറിയ ചെറിയ ചേഞ്ചസ് ആണ് നമുക്കൊരു വലിയൊരു മീൻസ് ഒരു ലോങ് റണ്ണിൽ നമുക്കൊരു വലിയൊരു എന്താ വലിയൊരു ചേഞ്ച് തന്നെ വരുത്താൻ സഹായിക്കുന്നത്. ബിഗിനേഴ്സ് പലരും ഒന്നോ രണ്ടോ ദിവസം ജേർണലിംഗ് ചെയ്തിട്ട് അത് ക്വിറ്റ് ചെയ്യേണ്ട മെയിനായിട്ടും വരുന്ന ഒരു കാരണം എന്ന് പറയുന്നത്, ഒന്നുകിൽ അവരതിനെ ഏറ്റവും ബെറ്റർ ആക്കാൻ വേണ്ടി ട്രൈ ചെയ്യും. മീൻസ് ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ അതിനെ ബെറ്റർ ആക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നത് കൊണ്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ നടക്കുന്ന നല്ല കാര്യങ്ങൾ വരുന്ന ദിവസം മാത്രം ജേർണൽ ചെയ്ത് പോകാമെന്ന് വിചാരിക്കുന്നത് കൊണ്ടൊക്കെയാണ് പലരും മീൻസ് തുടക്കത്തിൽ തന്നെ ഈ ജേർണലിംഗ് എന്ന് പറയുന്നത് ക്വിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനം. ഇനി എന്ത് തന്നെ ആകട്ടെ, ഇപ്പം നല്ലത് നടന്നാലും അല്ലെങ്കിൽ ഒരു മോശം ഇത് നടന്നാലും എന്തായിരുന്നാലും ഒരു 2 മിനിറ്റ് ജേർണലിങ്ങിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും മാറ്റി വയ്ക്കുക. ഇത് നമുക്ക് ആദ്യമൊക്കെ നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ബോറിംഗ് ആയിട്ടൊക്കെ തോന്നും. പക്ഷേ ഒരു ലോങ് റണ്ണിൽ നോക്കുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ എല്ലാ ദിവസവും നമുക്ക് നമ്മളെ ഡ്രെയിൻ ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് എനർജി ചെയ്യുന്ന കാര്യം നമ്മൾ നോട്ട് ചെയ്ത് പോകുമ്പോഴത്തേക്കും നമുക്കതൊരു ലോങ് റണ്ണിൽ നമ്മളത് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്കറിയാൻ പറ്റും, ഓക്കെ ഇന്ന ഇന്ന സ്ഥലങ്ങളാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇന്ന ഇന്ന സ്ഥലങ്ങളാണ് നമുക്ക് കുറച്ചും കൂടി മെച്ചപ്പെടുത്തേണ്ടത് നമ്മുടെ ലൈഫിൽ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം നല്ല ദിവസം മാത്രം നോക്കി ചെയ്യാതെ എന്തായിരുന്നാലും, നല്ലതായിരുന്നാലും മോശമായിരുന്നാലും, ഒരു 2 മിനിറ്റ് ജേർണലിങ്ങിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും മാറ്റി വയ്ക്കുക. നമ്മൾ പലപ്പോഴും ഈ ബെറ്റർ ആക്കാൻ വേണ്ടി ട്രൈ ചെയ്യുമ്പോഴാണ്, ഒന്നെങ്കിൽ നമ്മളതവിടെ ഓക്കെ ഇനിയും കുറച്ചുകൂടെ ബെറ്റർ ആക്കിയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് ചെയ്യാനിരിക്കുമ്പോഴാണ് നമ്മളത് സ്ലോലി നമ്മുടെ മനസ്സ് നമ്മളെ കൊണ്ട് അത് ക്വിറ്റ് ചെയ്യിപ്പിക്കുന്നത്. സോ ആ ഒരു മിസ്റ്റേക്ക് വരുത്താതിരിക്കാൻ നോക്കുക. ഇന്ന് രാത്രി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. 2 മിനിറ്റ് 4 കാര്യങ്ങൾ. ഇത് ചെയ്യുന്നതിലൂടെ നമ്മുടെ മനസ്സ് ക്ലിയർ ആക്കിയിട്ട് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഉറങ്ങാൻ പറ്റുമെന്നാണ് ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്. നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ ഒന്ന് പറയണം. ഇനി ഇതിനെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും കൂടി കമൻറ്റിൽ ഒന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്കും എനിക്കും കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആവും.